മോഡി കൊടുക്കുന്നതല്ലാതെ വേറൊരു പദ്ധതി കേരളത്തിലില്ല, കേരളത്തിൻ്റെതായിട്ടില്ല. ശമ്പളം വരെ, ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം വരെയും ഇവിടുന്നുള്ള കടം കിട്ടണം. അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. വക മാറ്റുകയാണ്. എവിടെയാണ് അവർ ചെലവഴിച്ചതെന്ന് അവർ പറയട്ടെ. ഏത് വികസന പ്രവർത്തനത്തിനാണ് അവർ ചെലവഴിച്ചിരിക്കുന്നത്? ഇനി എൻ്റെ ഫിഷറീസിൻ്റെത് അവർ ചോദിച്ചതെല്ലാം കൊടുത്തു. ഏതാണ്ട് ഒരു 212 കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു വില്ലേജിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ കോസ്റ്റൽ വില്ലേജ്. അതിൻ്റെ 2 കോടിയുടേത് 500 കോടി വെച്ച് ഇപ്പോൾ 50 ലക്ഷം വെച്ച് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 2 കോടി ഒന്നിന് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ മിനിസ്ട്രിയും. ഈ വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ CI2 അല്ലേ തകർത്തത്? എല്ലാം പൂട്ടിച്ചത് CI2 അല്ലേ? എൻ്റെ കൂടെ കോൺഗ്രസ്സുകാരും അങ്ങനെയാണല്ലോ. അത് ഒരു ഉൽപ്പന്നം. SFIയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. കുട്ടികളെ കോളേജ് വിടാൻ തയ്യാറാവുമോ? കൊല്ലുകയല്ലേ. നമ്മൾ കണ്ടില്ലേ വയനാട്ടിലെ കുട്ടിയെ എത്ര പേര് ഞങ്ങൾ തകർത്തു കേരളത്തെ എന്ന് ഫിനാൻസ് കമ്മീഷനോട് പറയണം. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇനി കയറണം, നിങ്ങൾക്ക് പൈസ വേണം. LDFിൻ്റെ 10 വർഷ കാലഘട്ടം സാമ്പത്തിക തകർച്ചയായിരുന്നു. കേരളം കേന്ദ്രം സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷം എന്തെങ്കിലും വികസനം ഉണ്ടെങ്കിൽ അത് മോഡി ചെയ്തതാണ്. അത് അല്ലെങ്കിൽ അവർ പറയട്ടെ, ഫിനാൻസ് കമ്മീഷനോട് പറയട്ടെ, സാമ്പത്തികം ഞങ്ങൾ തകർത്തു, വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ തകർത്തു, വികസന രംഗം ഞങ്ങൾ തകർത്തു എന്ന് അവർ പറയട്ടെ. പക്ഷെ തങ്ങൾ തമാശ പറഞ്ഞാണ് കേട്ടോ. മറ്റേ പത്രക്കാർ ചോദിച്ചു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നാൽ സന്തോഷം, അത്രയേ പറഞ്ഞുള്ളൂ. അതൊരു ചോദ്യത്തിന് തമാശ രൂപത്തിൽ പ്രതികരിച്ചതാണ്. ആ രീതിയിൽ അതിനൊരു ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം അധികാരം കിട്ടുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ.